പോന്ന്. എന്നെ ഇഷ്ടമാ എന്നൊന്നും പറയാതെ പോരുന്നോ എന്റെ കൂടെ എന്നങ്ങ് ചോദിക്കും. ഇത്രയും എന്നെ അന്വേഷിച്ച് വന്നിട്ട് ഒരിഷ്ടം പറയാനോ ഇത്ര പേടി? ഞാൻ റെഡിയാ. ഞാൻ റെഡി അല്ലെങ്കിലോ? എന്ത് ഇഷ്ടമോ? അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. അയ്യോ ദേവി, നാറ്റിച്ചല്ലോ. അല്ലെങ്കിൽ ഈ കോഴി ഒരു സമാധാനം തരില്ല. അപ്പോഴേക്കും ലെവന്റെ ചിരി നിന്നിട്ടേ ഇല്ലായിരുന്നു. ഓ, ഇയാളെ ഇയാളിൽ നിന്ന് ഇളിക്കട്ടെ. പതിയെ എവിടെ നിന്നും മുങ്ങാം, അതാവും നല്ലത്. ആകെ ചമ്മി നാറി. നീ ആത്മ. അവൾ വേഗം തിരിഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് നടന്നു. നടക്കുവല്ല, ഒരു കുഞ്ഞു ഓട്ടമായിരുന്നു. ഏയ് വികാരിഹ, നിൽക്ക്. ഓ, ഇയാളെ കണ്ടോ? ഇപ്പൊ ഇയാളെ കൊലച്ചിരി നിന്നോ? പതിയെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. നിഹാരിക, നീ തെറ്റിപ്പോകാതെ. ആര് തെറ്റിപ്പോയെന്നാ? എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണം. അയ്യോ, പോകലേ. പോകുന്നതിന് മുമ്പ് നിന്നെ കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ, അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയാ. ഇവനല്ല എന്നെ കാണാനുള്ളവനെ, എൻ്റെ അതിന് ഇയാൾ വന്നിരിക്കുന്നേ. ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോലെ. ഇനി ഇയാളോട് എങ്ങാനും ഞാൻ പറഞ്ഞത് അയാളോട് പറഞ്ഞാൽ എൻ്റെ മാതാവ് പിണങ്ങുമല്ലേ? ഉണ്ടാവില്ല. ഹലോ, ഞാൻ പറഞ്ഞത് ശരി. ഓക്കെ, നമുക്ക് പോകാം. എവിടേക്ക്? അപ്പോ ഇയാളല്ലേ ആരോ കാണണമെന്നൊക്കെ പറഞ്ഞേ? ഇയാൾ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? ഈ പെണ്ണിന് വട്ട് തിന്നെ. ലെവനാത്മ, വാ, ആ കാറിലിരിപ്പുണ്ട്. അവനെ ചൂണ്ടിക്കാണിച്ച വണ്ടിയുടെ അടുത്തേക്ക് അവന്റെ കൂടെ അവളും നടന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചെക്കനെ കാണാൻ പോകുക. ഇനി ലുക്ക് ഉണ്ടാവും? ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ ഈ നരക്കത്തിൽ നിന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു. എൻ്റെ ചെക്കനെ കാണാൻ പൂതിയാവും. എങ്ങനെയാണാവോ കാണാൻ? ഇവനെ പോലെ സുന്ദരനായിരിക്കും. അയ്യേ നീഹ, നീ ഇതെന്താ പറയുന്നത്? ഇവനോ സുന്ദരനോ? നോ, സമ്മതിച്ചു കൊടുക്കരുത്. എന്തായിരുന്നു അവൻ്റെ ഒരു എലി? കാണിച്ചു തരാം നിന്നെ. ഞാൻ എൻ്റെ ചെക്കനോട് പറഞ്ഞു നിനക്ക് പണി വാങ്ങിച്ചു തരും, കാണിച്ചു തരാം. നീ ആത്മ, ഇവൾക്ക് ശരിക്കും എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തോ ഒരു നുള്ളിപ്പെറുക്കി ഇടിച്ചു കൊണ്ട് നടക്കുന്നത് കണ്ടാൽ അങ്ങനെ തോന്നും. ഇവളെ കെട്ടിക്കാൻ കൊണ്ടുപോകാണെന്ന്. അത് എവിടേക്കോ, ആർക്ക് വേണ്ടിയാവും പോകുന്നത്? നീ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ അവനോട് കയ്യും കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നത്. എന്താടോ, ഒന്ന് പതിയെ വിളിച്ചാൽ? ഓ തമ്പുരാട്ടി, ഞാൻ ഓമനിച്ച് വിളിക്കാം. ഇതിനൊക്കെ മറുപടി തരാടാ. അവൾ ആരോടോ എന്ന പോലെ പറഞ്ഞു. എന്ത്? ഓ, നിന്നോടല്ല. എന്നോടല്ലെങ്കിൽ ഇതാണ് വണ്ടി. മേഡം എങ്ങോട്ടാണാവോ അങ്ങോട്ട് പോകുന്നത്? അതായിരുന്നു ദേവി. ഇവന്റെ മുമ്പിൽ ചമ്മി ഞാൻ ചമ്മന്തിയാവോ? നീ ആത്മ, ഇതാ വന്ന് കേറ്. അവൻ കാറിന്റെ ഡോർ തുറന്നതും അതുവരെ തുള്ളിച്ചാടി വന്ന അവൾക്ക് എന്തോ ഒരു പേടി വന്നു. ദേവിയേ, ഇവനെ കാണാൻ എങ്ങനെയാണ് ആവോ? അല്ല, ഞാൻ ഇതെന്താ അതാലോചിക്കുന്നത്? ഇവൻ ഇതാരേ എന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ തലയിലുള്ള ഓളവും പോയോ? ഇവൾക്ക് കാര്യം മനസ്സിലാവുന്ന മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ലെവൻ ആത്മ. അവളെ അവൻ പിടിച്ച് വണ്ടിയിലേക്ക് തള്ളി. അയ്യേ, ഇവരെന്താ ചെയ്യുന്നേ? ഇവിടെ അഭിരാമിയും ദേവും ദീപവും സംസാരിക്കുന്ന സമയത്താണ് അവരുടെ മുറി തുറക്കുന്നത്. വാതിൽ തുറന്ന് അഭി അകത്തേക്ക് വന്നതും ദേവും ദീപവും മുഖം തിരിച്ചു. അഭി ദേഷ്യത്തിൽ അവരെ ഒന്ന് നോക്കിയ ശേഷം പുറകിലേക്ക് തിരിഞ്ഞതും ബോധമില്ലാത്ത നീഹയെ ആദ്യം മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി. നീഹ! അവർ 3 പേരും ഞെട്ടിക്കൊണ്ട് പറഞ്ഞു. അവരെ ഒന്ന് നോക്കിയ ശേഷം വാതിൽ പുറത്തു നിന്നും അടച്ചുകൊണ്ടുപോയി. അവർ 3 പേരും പരസ്പരം ഒന്ന് നോക്കിയതിനു ശേഷം നിഹയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിഹ, നിഹ, നിഹ ചേച്ചി, നിഹാരിയ, നിഹ. 3 പേരും അവളെ കുലുക്കി വിളിച്ചു. ദീപു, നീ കുറച്ച് വെള്ളമെടുത്തേ. ദീപു വെള്ളമെടുത്ത് ആ ജഗ്ഗോടെ മുഴുവൻ അവളുടെ മുഖത്തേക്ക് ഒഴിച്ചതും അവൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ട് 3 പേരും അവളെ തന്നെ നോക്കി. നിഹ പതിയെ കണ്ണു തുറന്നതും അവരെ തന്നെ നോക്കി നിൽക്കുന്ന 3 പേരെ കണ്ട് പേടിയോടെ ചാടി എണീറ്റു.
ഇവൾക്ക് ഇതെന്ത് പറ്റി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൾ തലയൊന്ന് കുടഞ്ഞ് ഇവരെ നോക്കുന്നത്. ആദ്യം കണ്ടത് ദീപുവിനായിരുന്നു. ഒരു ഞെട്ടലോടെ ഒന്ന് നോക്കിയ ശേഷം ദീപുവിനെയും ദേവുവിനെയും ഞെട്ടലോടെ മാറി മാറി നോക്കി. ഡേ എന്ന് മാലേറിക്കൊണ്ട് ദീപുവിനെ പിടിച്ച് അടിക്കാനും കുത്താനും തുടങ്ങി. വിട് വിട് ദീപു, നീ എന്നെ തനിച്ചാക്കി ചാടിപ്പോകുമല്ലേ? ഞാനല്ല, ചേച്ചിയാ. ദീപു ഹോഹോ, അവളാണല്ലേ ഡി എന്ന് വിളിച്ചുകൊണ്ട് നിഹ ദേവുവിനെ തല്ലുണ്ടാക്കാൻ അടുത്തെത്തുമ്പോഴാണ് അഭിരാമിയെ കാണുന്നത്. അവളെ കണ്ടതും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് അടുത്തുള്ള ദേവുവിനെ പിടിച്ച് വലിച്ചു മാറ്റി നിർത്തി. ഡി, ഇതാ അഹങ്കാരി പെണ്ണല്ലേ, ഓളെന്താ ഇവിടെ? അവളല്ലേ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചത്. എന്നിട്ടിപ്പോ എന്നെ ഒഴിവാക്കി എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ ഇങ്ങോട്ട് ചാടിപ്പൊരുകയും ചെയ്തു അല്ലേ? എന്നിട്ടിപ്പോ അവളോടാണ് കൂട്ട് അല്ലേ? അല്ല, നിന്റെ നാത്തൂനായിരുന്നു ആ ജന്തു. എങ്ങനെ ആവാതിരിക്കും? ആങ്ങളാ ആ കോന്തനല്ലേ എന്നെ കാറിലേക്ക് ഉന്തിയിട്ട് എൻ്റെ ഉള്ളബോധവും കളഞ്ഞവനാ ലെവൻ. അതിനി നിന്റെ കെട്ടിയവനാണെങ്കിലും അല്ലെങ്കിലും ശരി, അവനിട്ട് ഒരു പണി കൊടുത്തിട്ട് ഞാൻ പോകും. ആദ്യമെല്ലാം പതിയെ പറഞ്ഞു തുടങ്ങിയ നിഹ പിന്നീട് ശബ്ദം കൂടിയതൊന്നും ശ്രദ്ധിക്കാതെ ദേവുവിന് പറയാനൊരു അവസരവും കൊടുക്കാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. അല്ല, ഈ കോന്തനെ കണ്ടിട്ടാണോ നീ ആ അഭിജിത്തുമായുള്ള കല്യാണത്തിൽ നിന്ന് ചാടി വന്നേ? ഇതിലും നല്ലത് നീ ചാവുന്നതായിരുന്നു. എന്ത്? ഇത് കേട്ട് ദീപു പൊട്ടിച്ചിരിച്ചു. കൂടെ ദേവു അഭിരാമിയും കൂടിയിരുന്നു. എല്ലാവരും ചിരിക്കുന്നത് കണ്ടതും നിഹ അവരെയെല്ലാം കലിപ്പിൽ നോക്കി. എൻ്റെ പൊന്ന് നിഹ, നീ ഇങ്ങനെ കലിപ്പിച്ച് നിൽക്കാതെ ആദ്യം ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. എന്നാ പറ. ദേവു ഇവൾ ഇങ്ങോട്ട് വന്ന കഥയും അഭിരാമിയുടെ കഥയും മുഴുവനും പറഞ്ഞു തീർന്നതും നിഹ എന്തോ വലിയ ആലോചനയിലായിരുന്നു. നിഹ, ദേവു നിഹയെ വിളിച്ചതും നിഹ തുള്ളിച്ചടം തുടങ്ങി. ഇവൾക്കിത് എന്ത് പറ്റി എന്ന് പറഞ്ഞ് 3 പേരും മുഖത്തോട് മുഖം നോക്കി. നിഹ ചേച്ചിക്ക് വട്ടായോ? ദീപു, ഇത് വട്ടല്ല ദീപു, എൻ്റെ സന്തോഷമാണ്. നിഹ, ഓ, ഞങ്ങളെ കണ്ടതിൻ്റെ സന്തോഷമാണോ? അതിലും എനിക്കറിയാമായിരുന്നു നിനക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അയ്യേ, ആര് പറഞ്ഞു? ഒന്നുകൂടി. എനിക്ക് എന്നെ കിഡ്നാപ്പ് ചെയ്തതിൻ്റെ സന്തോഷം. ഇനി ഞാനൊരു കലക്കും. എന്നാ നീ കലക്ക മാത്രമല്ല, അതിൽ കുളിക്കുകയും ചെയ്യും. ദേവു, അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംസാരം? എൻ്റെ നിഹ ചേച്ചി, ഞങ്ങൾ ഇവിടെ നിന്നും ചാടാൻ വഴി നോക്കുമ്പോൾ ചേച്ചി ഇവിടെ നിൽക്കാനാണോ നോക്കുന്നേ? നോ, നെവർ. ഞാൻ ഉദ്ദേശിച്ചതല്ല. എന്നെ കിഡ്നാപ്പിച്ചതിൽ വീട്ടിലറിയില്ലേ? അപ്പോൾ എൻ്റെ 2 അമ്മയും അച്ഛനും കുടുങ്ങും. അവരോട് പൈസയൊക്കെ ചോദിച്ചാൽ അവർ കുടങ്ങില്ലേ? അതിൻ്റെ സന്തോഷമാണ്. ഓ, അങ്ങനെ. എങ്ങനെ? പിന്നെ എനിക്ക് ഇവിടെ നിന്നും പോകണമെന്നേ ഇല്ല. കുട്ടിയുടെ പൂതിയെ മിണ്ടാതെ നിന്നോ. ഇവരുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞാൽ ഇനി നമുക്ക് മുന്നോട്ട് എന്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ദേവു, അത് പറയും പോയാ ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയെന്നറിയോ? ആ കോന്തൻ എന്നെ വണ്ടിയിലേക്ക് ഉന്തിയതും എന്തോ ഒന്ന് മുഖത്തെ കടിച്ചതും ബോധം വന്നപ്പോൾ നിങ്ങളെയാണ് കാണുന്നേ. ഇതിന് വ്യക്തത പോരല്ലോ. നീ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ദേവു പറഞ്ഞതും. എന്ത് വ്യക്തത? അവളൊന്ന് പരങ്ങിക്കൊണ്ട് ചോദിച്ചു. അയ്യടാ, നിനക്കറിയില്ല. സത്യം പറ, എങ്ങനെ നീ അവനെ കാണുന്നത്? ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ. ദേവു നിഹ വിളിച്ചുകൊണ്ട് അവളുടെ കഥ പറഞ്ഞു. നാശിപ്പിച്ചു. എവിടെ പോയാലും നിന്റെ ഒരു കോയിത്തരത്തിന് ഒരടക്കവും ഇല്ലല്ലേ? അത് ഞാനല്ലല്ലോ ദേവു, ഈ കോയിക്കളല്ലേ. ഇതിനെ ഇന്ന് ഞാൻ ദീപവും അഭിരാമി ഇതെല്ലാം കേട്ട് ഇരുന്നും കിടന്നു ചിരിക്കുകയാണ്. അല്ല, ശരിക്കും നമ്മൾ 4 പേരെ എന്തിനാ ഇവർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്? അത് നീ ചെന്ന് ചോദിച്ച് നോക്ക്. ഇല്ലെങ്കിലും ഇനിയിപ്പോൾ നമ്മളെന്തിനാ പേടിക്കുന്നേ? നമ്മൾ 4 പേരുണ്ടല്ലോ. അത് ശരിയാ, നമുക്കൊന്ന് ഒത്തുപിടിച്ച് നോക്കാം. ശരിയാ, നമുക്ക് വേണ്ടത് ഒരു പ്ലാന് വേണം.
4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചന തുടർന്നു. ക്ലാസ് ഉള്ളത് കൊണ്ട് കോളേജ് വിട്ട് വന്ന ശേഷം വൈകുന്നേരമാണ് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി സ്റ്റോറി ഇടാൻ ഒന്ന് വൈകുന്നത്.